കോഴിക്കോട് അമ്പായത്തോടിൽ ലഹരി ഉപയോഗിക്കവേ പിടിയിലായ ഷാനിദിന്റെ മരണകാരണം അമിതമായി ലഹരി പദാർത്ഥം ശരീരത്തിൽ എത്തിയതാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ലഹരി അടങ്ങിയ 2 പാക്കറ്റുകളാണ് ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടത്തിൽ ലഹരി പദാർത്ഥമടങ്ങിയ 2 പാക്കറ്റുകളാണ് ഷാനിദിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്തത്. ഒരു പാക്കറ്റിൽ നിന്ന് 9 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. മറ്റൊരു പാക്കറ്റ് പൊട്ടിയതുമൂലം ലഹരി പദാർത്ഥം ആന്തരിക അവയവങ്ങളുമായി ലയിച്ച നിലയിലായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഡോക്ടർക്ക് കിട്ടിയത് 2 പാക്കറ്റുകളാണ്. ഒന്നിൽ 9 ഗ്രാമോളം കഞ്ചാവാണ്, അത് ഇൻടാക്റ്റാണ്. അടുത്ത ഒരു പാക്കറ്റിൽ അത് ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ്, വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കൂടുതൽ അനാലിസിസിൽ കൂടി മാത്രമേ അത് ബോധ്യപ്പെടൂ. എങ്കിലും നാർക്കോട്ടിക് ഓവർഡോസാണ് ഇതിന് മരണത്തിന് കാരണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച മൈക്കാവ് അമ്പായത്തോട് പ്രദേശത്ത് പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഷാനിദിനെ കാണുന്നത്. പോലീസിനെ കണ്ട് ഭയന്ന ഷാനിദ് പാക്കറ്റുകൾ വിഴുങ്ങിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടികൂടി. അന്നേ ദിവസം വൈകിട്ടോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഷാനിദിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ വ്യക്തമാക്കി. ജീവന് അപായം സംഭവിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ അവിടെ മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. സ്കാനിങ്ങിൻ്റെ അകത്ത് 2 കവറുകൾ ഉള്ളതായിട്ട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രക്ഷിതാവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യവും ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൂട്ടി ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്നു. ആൻറ്റിയോസ്കോപ്പി അടക്കമുള്ള പരിശോധനകൾക്കൊടുവിലാണ് ശരീരത്തിനുള്ളിൽ ലഹരി അടങ്ങിയ പാക്കറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ഷാനിദ് കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ശസ്ത്രക്രിയ ചെയ്യാൻ ഒരുങ്ങവെയാണ് മരണം സംഭവിക്കുന്നത്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും വൈകിട്ടോടെ കബറടക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.